താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും അതായത് വിജയിച്ച എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. ഐ മീൻ എലിജിബിൾ ആയിട്ടുള്ളവരാണ് വിജയിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ പറയുമ്പോൾ ഒരുപാട് വർഷമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ അതിൽ എലിജിബിൾ എന്ത് മതിയോ ഇതൊരു സുഖം എലിജിബിൾ ആയിട്ടുള്ള ഒരു മെമ്പേഴ്സ് വോട്ട് കൊടുക്കുമ്പോൾ അതിന്റെ തെറ്റാണുള്ളത്. അപ്പം ഇലക്ഷന് നിൽക്കുന്നവരിൽ എലിജിബിൾ ആയിട്ടുള്ളവരാണ് വിജയിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഏറ്റവും കൂടുതൽ എലിജിബിൾ ആയിട്ട് ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ എലിജിബിൾ ആയിട്ടുള്ള സ്ത്രീകൾ, അതായത് ഷെർഗിയും സോഫിയ പോളും വിജയിച്ചു വന്നു. അത് മെമ്പേഴ്സിന് വിവരമുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് സോഫിയ പോളും ഷെർഗയും വിജയിച്ചു വന്നിരിക്കുന്നത്. നമ്പർ 1 ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ഇതെന്ന് പറഞ്ഞാൽ ബൈലോ എന്ന് പറയുന്ന ആശുകൂടെ ഉണ്ടോ? എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ വോട്ടവകാശമില്ല. അപ്പൊ ഈ വിജയിച്ചു വന്നിരിക്കുന്ന പാനലിനോട് അല്ലെങ്കിൽ വിജയിച്ചു വന്നിരിക്കുന്ന നമ്മുടെ ഇവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് വോട്ടവകാശം തരണം. കാരണം ഞാൻ 23 സിനിമ ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ്. ഞാൻ അമ്മയിൽ മെമ്പർ ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ 2010 മുമ്പ് പ്രൊഡ്യൂസർ അസോസിയേഷൻ മെമ്പർ ആവാഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അമ്മയിൽ വോട്ടവകാശം ഇല്ലാത്ത അസോസിയേറ്റ് മെമ്പറാണ്. അപ്പം ബൈലോയിൽ ചെറിയ ചേഞ്ചുകൾ വേണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ചെയ്ത ബൈലോയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് വോട്ടവകാശത്തിന് ഞാൻ അർഹനാണ്. അതുകൊണ്ട് അതിന് ഞാൻ അമ്മയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ ആക്ടറാണ്. അതുപോലെ തന്നെയാണ് പൃഥ്വിരാജും, അതുപോലെ തന്നെയാണ് നിവിൻ പോളിയും, അതുപോലെ തന്നെയാണ് ടോവിനോ തോമസ്. അപ്പം കൂടുതൽ അംഗങ്ങളെ നമുക്കിതിലേക്ക് അതുകൊണ്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു സജഷൻ ഞാൻ ഈ പുതിയ കമ്മിറ്റിയിലേക്ക് വെയിറ്റ് ചെയ്യണം. അത് ആ ബൈലോയിലുള്ള ചേഞ്ച് കൊണ്ടുവരണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പം അങ്ങനെ അത് കൂടാതെ അടുത്ത ഇലക്ഷൻ നിങ്ങൾ ഭരിച്ചോളൂ. പക്ഷെ അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഒരു യൂത്ത് പാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണം. ഞങ്ങൾ ഒരു പുതിയൊരു പാനലുമായിട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ചില പോസ്റ്റുകൾ തന്ന് ഞങ്ങളോട് സഹകരിക്കണം എന്ന് ഞങ്ങളും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.